ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ബക്രീദിൻ്റെ അവധിയായിട്ട് ഋതുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരും ഞങ്ങളുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിട്ട് മണ്ണടിയിലാണ് ഋതുവിൻ്റെ അച്ഛൻ്റെ വീട്. അപ്പം ഇന്നവിടെ അവരുടെ അപ്പയുടെ വക എന്ന് വെച്ചാൽ ഋതുവിൻ്റെ അപ്പയുടെ വക ഗവൺമെൻറ് ജോലി സർവീസ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വമ്പൻ ട്രീറ്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ചിലവ് വാങ്ങിക്കാൻ ഋതു പോവുക. പട്ടിയെ കണ്ടതിൻ്റെ എക്സ്പ്രഷനാണ് ഋതു കാണിക്കുന്നത്. ഇത് കണ്ടോ, അങ്ങോട്ട് പോകുന്ന ഏരിയ ഫുൾ റബ്ബറും തോട്ടമാണ്. അടൂർ ഏരിയയിലൊക്കെ എപ്പോഴും മഴയാണ്. ഏത് സമയം ചെന്നാലും ഒരു മഴയുടെ ക്ലൈമറ്റാണ് കാണിക്കുന്നത്. വാഴത്തോപ്പും റബ്ബറും തോട്ടവും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണുന്നത്. നമ്മൾ ഋതുക്കുട്ടി പതുക്കെ അങ്ങ് മടിയിൽ കയറി. ഋതുക്കുട്ടിക്ക് ഉറക്കം വരുന്നു. അതാണ് ഇങ്ങനെ കണ്ണു മയങ്ങിയൊക്കെ ഇരിക്കുകയാണ്. എന്നാൽ പിന്നെ ഉറങ്ങാനും പറ്റുന്നില്ല, കാഴ്ചകൾ കാണുകയും വേണം അവൾക്ക്. കുട്ടി പതുക്കെ അങ്ങ് ചാഞ്ഞു. എന്നിട്ട് എന്തൊക്കെയോ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ ഉണ്ടാക്കി കോപ്രായത്തൊക്കെ കാണിച്ചിരിക്കുകയോ കള്ളിപ്പെണ്ണ്. വീഡിയോ എടുക്കുന്നതിന് അവൾ ഓരോരോ കോപ്രായത്തങ്ങൾ കാണിക്കുക. കോക്കറി കുത്തുകയൊക്കെ ചെയ്യുക, നാക്കൊക്കെ ഇട്ട് പല കോഷ്ടികളും അവൾ കാണിക്കും. അഭിനയത്തിന് മിടിക്കുക അവൾ. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നേരെ ചേച്ചി പറഞ്ഞു നേരെ അങ്ങ് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലോട്ട് വന്നാൽ മതി, അവർ എല്ലാവരും കൂടെ അവിടോട്ട് വരാവും. ഈ ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ അടൂരാണ്. ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ഒരു വലിയ ഹോട്ടൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ആളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മഴയും പെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. ഇതാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടൽ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും അമ്മയും ചേട്ടനും നമ്മുടെ പൊന്നും കൂടി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിനകത്ത് കയറി. ഋതുക്കുട്ടി അവർ അപ്പയുടെ അടുത്തോട്ട് പോയി. എല്ലാവരും കൂടെ അതിനകത്തോട്ട് പോവുകയാണ്. ആംബിയൻസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഫുഡ് ഇവിടെ നോക്കിയിട്ട് പറയാം ഞാൻ അഭിപ്രായം. ഫുഡിനുള്ള ഓർഡർ കൊടുക്കുക ചേച്ചിയും അണ്ണനും കൂടി. പൊന്നു എൻ്റെ കയ്യിലേക്കും വന്നു, ഋതു അമ്മമ്മയുടെ കയ്യിലോട്ടും പോയി. രണ്ടുപേരും കൂടെ ഇട്ടിരുന്നു കോപ്രായത്തൊക്കെ കാണിച്ച് കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെ ഓർഡറൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആളുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഓരോരുത്തരൊക്കെ ആയിട്ട് കൊണ്ടുവെക്കുന്നു. 2 ഫ്രൈഡ് റൈസും 2 ബിരിയാണിയും, പിന്നെ അമ്മയ്ക്കും ചേട്ടനും വെജ് ഫ്രൈഡ് റൈസും അച്ഛന് മീൽസും ആയിരുന്നു പറഞ്ഞിരുന്നത്. മീൽസിനകത്ത് ചീനി, മീൻകറി, രസം, സാമ്പാർ, പുളിശ്ശേരി, പായസം, മെഴുക്കുവരട്ടി, തോരൻ, പിന്നെ അഡീഷണൽ നമ്മളൊരു ഫിഷ് ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട തയ്യാറെടുപ്പിൽ ഇരിക്കുന്നു. ഋതുവിനും പൊന്നൂനും അവരവരുടെ അമ്മമാർ ഫുഡ് കൊടുക്കും. അതെ, ഋതു നമ്മുടെ ഋതുക്കുട്ടിയും കഴിക്കുന്നുണ്ടോ? അവൾക്ക് തന്നെത്താനെ വാരി കഴിക്കണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസും ബിരിയാണിയും മീൽസും ഫിഷും ഒക്കെ നല്ലതായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഋതുവും പൊന്നും അവിടെ ഹോട്ടൽ മൊത്തം ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിനി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഋതുക്കുട്ടി വെള്ളമൊക്കെ കുടിച്ച് അവർ അപ്പയുടെ കയ്യിൽ ഇരിക്കുന്നു. പൊന്നു വരുന്നില്ല എന്നും പറഞ്ഞ് പൊന്നു തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്.
ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇതാണ് നമ്മുടെ അടൂർ ടൗണ്. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഋതു അപ്പയുടെയും അമ്മയുടെയും കൂടെ അവരുടെ കാറിലും പോയി, ഞങ്ങൾ ഞങ്ങളുടെ കാറിലും വീട്ടിലോട്ട് പോവുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ SM സിൽക്സ്. അങ്ങനെ വീട്ടിൽ വന്നു. അമ്മുമ്മയും ഋതുമോളും കൂടി റോഡിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി റൗണ്ടൊക്കെ അടിച്ചിട്ട് രണ്ടുപേരും കൂടെ വരുന്നത്. പൊന്നു പോയില്ല. പൊന്നു ഞങ്ങളെല്ലാവരും കൂടെ അകത്തിരുന്ന് കളിക്കുമായിരുന്നു. ഋതുമോളും അമ്മുമ്മയും കൂടി റൗണ്ട് അടിച്ചിട്ട് വരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 4:30-5 മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചവറയിലോട്ട് പോവുക. ഋതുമോൾക്ക് നെക്സ്റ്റ് ഉറക്കം വരുന്നുണ്ട്, മഴയും പെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു. ഇന്നത്തെ പരിപാടി, ഇന്നത്തെ ഒരു അവധി ദിവസം ഞങ്ങൾ ഇങ്ങനെ അങ്ങ് ആഘോഷിച്ചു. ഫാമിലി എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി ഫുഡൊക്കെ അടിച്ച് നല്ലൊരു വൈബിലങ്ങ് ഇന്നത്തെ ദിവസം കഴിഞ്ഞുകൂടി. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ഗായ്സ്.